2015 ബൊലേറോ ZLX ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. 2015 മോഡൽ ZXi വണ്ടിയാണ്. 45,000 കിലോമീറ്റർ. 2008 സ്കോർപിയോ CRD AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ. 2011 മോഡൽ ക്യാമറി സിംഗിൾ ഓണർ വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. 28 ഓട്ടം. ടയർ മോശമാണ്. ടയർ മാറി കൊടുക്കൂ. ടയർ നമുക്ക് മാറി കൊടുക്കാം. ഡീസലാണ്? പെട്രോൾ. ഇത് 2013 വാഗണർ VXi 60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഹായ് ഫ്രണ്ട്സ്, സനവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഭാഗത്ത് LMS ജംഗ്ഷൻ എന്ന് പറയുന്നിടത്തുള്ള കല്ലമ്പലം യൂസ്ഡ് കാസിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരു 1 ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാനും കാണാനും കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അതേപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ ടച്ച് ആൻഡ് പോളിഷ് പരിപാടിയൊക്കെ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടേക്കുന്ന ഒരു ഷോപ്പാണ്. 1-2 വണ്ടികൾ, ഈ അടുത്തൊക്കെ വരുന്ന വണ്ടികൾ മാത്രം, അതായത് ഇന്നലെ വന്ന വണ്ടി, മെനയാൻ വന്ന വണ്ടി, അങ്ങനെയൊക്കെയുള്ള വണ്ടികൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള പണികൾ എടുക്കുക. നല്ലതായി കിടക്കുന്ന വണ്ടികളല്ല, അത്യാവശ്യം നല്ലപോലെ വൃത്തിയാക്കിയൊക്കെ ഇട്ടേക്കുന്ന നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ അത്തരത്തിൽ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. കഴിഞ്ഞ മാസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വർക്കൊക്കെ? കുഴപ്പമില്ല. അത്യാവശ്യം പുതിയ വണ്ടികൾ ഒരുപാട് കയറിയിട്ടുണ്ടല്ലോ. കുഴപ്പമില്ലായിരുന്നു. ലോ ബഡ്ജറ്റ് തുകയിലുള്ള വണ്ടികളൊക്കെ ഉണ്ടെത്താണ്? തീരെ കുറഞ്ഞില്ല. 1 രൂപ റേഞ്ച് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. 1 രൂപ? ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം എവിടെയാണെന്ന് വ്യക്തമാക്കും. ഇത് ആറ്റിങ്ങൽ LMS ജംഗ്ഷനാണ്. LMS ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്തത് കൊല്ലം ഭാഗത്തു നിന്ന് വരണമെങ്കിൽ പൂവമ്പാറ പാലം കഴിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനാണ്. CSI സ്കൂളുള്ള ജംഗ്ഷനാണ്. ഓക്കെ. കല്ലമ്പലം യൂസ്ഡ് കാസ്. ഓക്കെ. അപ്പം ഇവിടെ നിന്ന് തുടങ്ങാം. ഓൾട്ടേ നിന്ന് തുടങ്ങാം. ഇത് 2014 ആൾട്ടോ K10 VXi ആണ്. 90,000 കിലോമീറ്റർ. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ജെനുവിൻ കിലോമീറ്റർ ഒക്കെയാണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. അല്ല, ഇത്രയും വർഷം ആടിയ വണ്ടി ഒന്ന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ചോദിച്ചാൽ ചില ആൾക്കാർ അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷമായിട്ടും 1 ലക്ഷം പോലും ഓടാത്ത വണ്ടികളൊന്നും ചോദിച്ചുകൊണ്ട്, അതാണ് ചോദിച്ചത്. 90 എന്ന് പറഞ്ഞാൽ തന്നെ പലർക്കും അത് കിലോമീറ്റർ കൂടുതലെന്നാണ് പറയുന്നത്. അത് ശരി. ടയേഴ്സൊക്കെ ആവറേജ് ഉണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് ലാസ്റ്റ് 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2014. 180, 190 ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 10 രൂപ 15 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 15 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. എത്ര വർഷം വരെയൊക്കെ ലോൺ സൗകര്യം കിട്ടും? ഒരു 4 കൊല്ലം വാങ്ങിച്ചു കൊടുക്കാം. 4 കൊല്ലം. ഇത് 2013 വാഗണർ VXi 60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണറാണ്. ടയർ മോശമാണ്, അത്ര എത്തിയിട്ടില്ല. VXi ആണല്ലേ? VXi ജെനുവിൻ കിലോമീറ്റർ ആണോ? ഇത് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. സീറ്റ് കവറൊക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഓക്കെ. ബോണ്ട് ബമ്പർ ഒന്നും വേറെ ഒന്നുമില്ല. ഇല്ല. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് 265 കൊടുക്കാം. 265. അതെ. ഈ തുക ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ? ഇതൊക്കെ ലാസ്റ്റ് ഉള്ളതാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് എന്തെങ്കിലും കൂടെ ചെയ്ത് കൊടുക്കാം, പരമാവധി ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ്. ഇത് 2011 i20 ഡീസലാണ്. ഓണർഷിപ്പ്? ഓണർ 4ാമത്തെ ഓണറാണ്. ഓണർഷിപ്പ് കൂടിപ്പോയി അല്ലേ? സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. മാനുവൽ അല്ലേ? മാനുവൽ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 165 കൊടുക്കാം. 165. ഈ ടോപ്പ് ബ്ലാക്ക് സ്റ്റിക്കർ അല്ലേ? സ്റ്റിക്കറാണത്. ഓക്കെ. ടയേഴ്സ് ആവറേജ് താഴെയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ബോഡി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. വേണ്ട, പറഞ്ഞപ്പോൾ ഇവിടെ ചെറു തുറണം. പിന്നെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കൊച്ചു ഡീസൽ വണ്ടി നോക്കുന്ന ചെറിയ ബഡ്ജറ്റിനുള്ളൊരു വണ്ടിയാണിത്. ഇന്നോവ 2007 G4 2029 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. 27 വരെ പേപ്പറുണ്ട്. ഓക്കെ. നല്ല വീൽസ് കിടപ്പുണ്ട്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്.
മൊത്തത്തിൽ വണ്ടി കാണാനൊന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് അകമൊക്കെ നോക്കിയാലും ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഫ്ലോറും ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഡോർ പാഡൊക്കെ കൊള്ളാം. ടയർസ് ബാക്ക് ടയർ പുത്തൻ ടയറാണ് കിടക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് 3,20,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ, വണ്ടി കാണാൻ ഓവറോൾ കൊള്ളാം, വൃത്തിയാണ്. ബ്ലാക്ക് ആണ് അല്ലേ? ബ്ലാക്ക് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബോഡിയൊന്നും അധികം കുട്ടിയൊന്നും കയറിയിട്ടുള്ള വണ്ടിയാണ്. കയറിയിട്ടില്ല. 2012 എറ്റിയോസ് ഡീസൽ GD. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. ടയർ കൊള്ളാം, നല്ല ടയർ 5 പുത്തൻ ടയറാണ്. എല്ലാം മാറിയിട്ടുണ്ടല്ലേ? സ്റ്റെപ്പിനി അടക്കം പുതിയ ടയർ. വണ്ടിക്ക് അകം കൊള്ളാം, വൃത്തിയാണ്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്ത് വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 3,60 കൊടുക്കാം. 3,60. ഡോർ പാഡ് 2.45, 2.80 ലോണും ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. മൈലേജ് എന്താണ് ഇതിന്? 20 മേലെ കിട്ടും. 20 മേലുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഇതും ബ്ലാക്ക് ആണ്. 2012 വെൻഡോ, സെക്കൻഡ് ഓണർ, 1,02,000 കിലോമീറ്റർ. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ടയറും കൊള്ളാം, അത്യാവശ്യം ടയർ കിടപ്പുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. മാനുവലാണ്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാൽ AC വണ്ടി വരുന്ന മോഡലാണ്. വണ്ടി കാണാനും വൃത്തിയുണ്ട്. ഡോർ പാഡും ഒക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് 2,50,000 രൂപയ്ക്ക് കൊടുക്കും. ബാക്ക് ടയറൊക്കെ പുത്തൻ ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഡീസലല്ലേ? ഡീസൽ. മൈലേജ് എങ്ങനെയാ? 20 മേലെ കിട്ടും. അത്രയും കിട്ടുമോ? വെൻഡോ കിട്ടും. വണ്ടി ബോഡിയൊക്കെ വെച്ച് നോക്കിയാലും വൃത്തിയുണ്ട്, കുഴപ്പമൊന്നും. നല്ല വണ്ടി, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2019 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. എന്നോട് 1-2 പേരൊക്കെ ഓട്ടോമാറ്റിക് വണ്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 90,000 കിലോമീറ്റർ കമ്പനി സർവീസ്. തുകയാണ് അറിയേണ്ടത്. ഓട്ടോമാറ്റിക് 5,60,000 രൂപയ്ക്ക് കൊടുക്കാം. 5 ലക്ഷം രൂപ വരെയുള്ള വണ്ടിയാണ് എന്നോട് ചോദിച്ചേക്കുന്നത്. ഏകദേശം 5 രൂപ ഇതിന് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. 60,000 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. ഓക്കെ, സീറ്റ് കവറൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട്. 4 വീൽ കപ്പിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടിക്ക് വേറെ അപാകതകളൊന്നുമില്ല. ഒന്നുമില്ല. ഈ സൈഡൊക്കെ ബ്ലാക്ക് വരുന്ന മോഡല്, വേറെ ബ്ലാക്ക് പരിപാടികളൊന്നുമില്ല. വണ്ടി ഓവറോൾ കാണാനും കൊള്ളാം, വൃത്തിയുണ്ട്. ഒന്ന് കഴിവ് വെളുപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? നമുക്ക് കൊടുക്കുമ്പോൾ സർവീസ് ചെയ്ത് കൊടുക്കും. ഇത് 2008 ഇന്നോവ G4 ടൈപ്പ് 4 വണ്ടി. ഓണർഷിപ്പ് 5ാമത്തെ ഓണർ. ഓണർഷിപ്പ് കൂടി. കിലോമീറ്റർ 2 ഓടിയോ? ഇതിൻ്റെയൊക്കെ ടൈമിങ് ചെയ്യേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞിടക്കല്ലേ? അതൊക്കെ മാറും. ഓക്കെ, ബാക്കൊക്കെ നോക്കിയാലൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. മെക്കാനിക്കലി നല്ല വണ്ടിയാണ്. ഓക്കെ, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല വണ്ടി. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള റീ ആണെന്ന് തോന്നുന്നത്. റീ കേരള വണ്ടിയാണ്. റീ ആണ്. ഓക്കെ, എത്ര ചോദിച്ചേ? ഇത് നമുക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2011 സിംഗിൾ ഓണർ സെൻ എസ്റ്റിലോ LXI. എന്തോ ഓടി? ഇത് 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 53 കിലോമീറ്റർ കുറവാണത്. അത് ആ ഡോറ് തുറന്നപ്പോൾ എനിക്കും തോന്നി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വേറെ ഇടിയ തട്ടാമുട്ട ഒന്നുമില്ല. കമ്പനി പെയിന്റ് ആണ്. കൊള്ളാം, അധികം തുറന്ന് വളവള ആയതല്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 2011 പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കാം. പുതിയ ബാറ്ററിയാണ്. ഇതിന് ഇപ്പം പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും എനിക്കറിയില്ല, പക്ഷെ എന്നാൽ ഇതിന് വില കൂടുതലല്ലേ? വണ്ടി കിലോമീറ്റർ കുറവാണ്. ജെനുവിൻ കിലോമീറ്റർ നിങ്ങൾ തന്നെ നോക്ക്. കമ്പനി പെയിന്റ്, വേറെ തട്ടാമുട്ട ഒന്നുമില്ല. അല്ല, വണ്ടി തുടങ്ങുമ്പോൾ അറിയാം, വൃത്തിയുണ്ട്. എടുത്തിട്ട് ഒന്നും ചെയ്യണ്ട. അവർക്ക് ധൈര്യമായിട്ട് എടുക്കുന്ന പാർട്ടിക്ക് പെട്രോൾ അടിക്കാൻ ഓടുക, പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓൾട്ടോ 2008 LXI AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. 28 വരെ പേപ്പറുണ്ട്. ടയേഴ്സൊക്കെ പുതിയ മാറിയിട്ടേക്കാണ്. രണ്ട് പുതിയ ടയർ. ബാക്ക് നല്ല ടയറാണ്. അത്യാവശ്യം ടയറുണ്ട്, ഇല്ലെന്നില്ല. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല.
ഇത് പവർ സ്റ്റിയറിംഗ് ഇല്ല? പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. ഉണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1 ലക്ഷം രൂപ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, നല്ല വണ്ടി. ഗ്ലാസോ ഡോറോ അങ്ങനെ ഒന്നുമില്ല, നല്ല വണ്ടി. ഒന്നുമില്ല. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, വേറെ സ്ക്രാച്ച് ഒന്നും കാണുന്നില്ല. ടയേഴ്സ് ഫ്രണ്ട് രണ്ടും പുത്തൻ ടയറാന്ന് പറഞ്ഞു, അത്യാവശ്യം നല്ല ടയർ ഇടപുണ്ട്. 2015 മോഡൽ ZXi വണ്ടിയാണ്. 45,000 കിലോമീറ്റർ. 45 ഓടിയിട്ടുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പറും എല്ലാം വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടിയാണ്. ടോപ്പ് എൻ്റാണ്. മാനുവലാണ്. സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ വരുന്ന വണ്ടിയാണ്. വണ്ടിക്ക് അകമൊക്കെ വൃത്തിയാണ്, അതൊന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. കീഴിയൊന്നും ഇരിപ്പില്ല, അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയറൊക്കെ ഒരു ആവറേജ് ടയേഴ്സാണ് കാണുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? റീപ്ലേസ് ഇതിൽ ബോണറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ബോണറ്റ് മാത്രമാണ്. അപ്രോൺ സൈഡ് നമുക്ക് 3,25,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്രോൺ സൈഡ് കാര്യങ്ങളില്ല, കുഴപ്പമുണ്ടോ? വേറെ അപാകതകളൊന്നുമില്ല. ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. 2009 ഹോണ്ട സിറ്റി ഐവി ടെക്. ഓണർഷിപ്പ്? ഓണർ സെക്കൻഡോ തേർഡോ ആണ്. 29 വരെ പേപ്പറുണ്ട്. ഡീസലാ പെട്രോളാ? പെട്രോള്. ബ്ലാക്ക് വണ്ടി. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഡോർ പാടൊക്കെ നോക്കിയാലും വൃത്തിയാണ്. ബാക്ക് AC വണ്ടി വരുന്നില്ല? ബാക്ക് AC വണ്ടി വരില്ല. ഇല്ല. ബാക്ക് ടയർ ആവറേജ് താഴെയാണ്. എത്ര ചോദിക്കുന്നത്? 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം. ടയർ മാറി കൊടുക്കൂ? ടയർ നമുക്ക് മാറി കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് 2017 ആൾട്ടോ 800 സിംഗിൾ ഓണർ വണ്ടി. എന്ത് ഓടി? 63,000 കിലോമീറ്റർ. 63. ഇത് 2 ഡോർ പവർ വിൻഡോ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. സീറ്റ് കവറായിട്ട് തരില്ല. വണ്ടി പക്ഷെ കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട്. അധികം അങ്ങ് ഉപയോഗിച്ച് പഴകിയ വണ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഡോറൊക്കെ തുറക്കുമ്പം അതിന് അതിൻ്റേതായ ഒരു ബലമുണ്ട്. നമുക്ക് 2,70,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 20 രൂപ 25 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 5 വർഷം വരെ ലോൺ കിട്ടും. 5 വർഷം ലോൺ ചെയ്യാം. 2011 മാരുതി 800 സിംഗിൾ ഓണർ വണ്ടി. AC ഇല്ല, നോൺ AC വണ്ടിയാണ്. നോൺ AC. ടയർ നല്ല ടയറാണ് കിടക്കുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ. കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റുമോ? 45-50 കണ്ടേനയിൽ കിടക്കുന്നത്. അപ്പോൾ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ എങ്കിലും ആയി കാണും. അതാണ് ആ സംഭവം. കറങ്ങി തിരിഞ്ഞ് വരുന്നതാണ്. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, സീറ്റ് കവറൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ രീതി വണ്ടി കൊള്ളാം. ബാക്ക് സീറ്റ് കവർ അത്ര പോരാ, ഉപയോഗിച്ചതിൻ്റെതായ ഇതുണ്ട്. ഫ്രണ്ട് മാറിയതായിരിക്കും. ടയർ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? നമുക്ക് 75 രൂപയ്ക്ക് കൊടുക്കാം. 75 ഇച്ചിരി കൂടുതലല്ലേ? സിംഗിൾ ഓണർ വണ്ടി. വണ്ടി എടുത്ത് ഓട്ടിച്ച് നോക്ക്. വണ്ടി വേറെ മെക്കാനിക്കലി പണിയൊന്നുമില്ല, ഫുള്ള് പണി തീർത്തിട്ടയക്കുന്ന വണ്ടിയാണ്. 2010 i10 പെട്രോള്, പുതിയ പേപ്പർ. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഒരാഴ്ച ആവുള്ളൂ ടെസ്റ്റ് കഴിഞ്ഞിട്ട്. ഇനി ഒരു 5 വർഷത്തേക്ക് ആ കാര്യത്തിൽ പേടിക്കേണ്ട. അലോയ് വീലെല്ലാം ഉണ്ട്. 2030 വരെ പേപ്പറുണ്ട്. മാനുവലാണ്. പിന്നെ ഇത് പെട്രോളോ ഡീസലാ? പെട്രോള്. ഒരു 12-13 മൈലേജൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 1,70 കൊടുക്കാം. 1,70. ടയറൊക്കെ പുതിയ നല്ല ടയറുണ്ട്. റീപ്ലേസ് ആയിട്ട് വേറെ ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്. 2019 കിഡ് RXL 70,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയായി? സിംഗിൾ ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. 2 ഡോർ പവർ വിൻഡോ ആണോ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കുകയാണെങ്കിലും വൃത്തിയാണ്. സ്ക്രാച്ചോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടയർ നല്ല ടയറാണ് കിടക്കുന്നത്. പുതിയത്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 2,80 കൊടുക്കാം. 2 ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. 2012 ആൾട്ടോ 800
LXi സിംഗിൾ ഓണർ വണ്ടി, 89,000 കിലോമീറ്റർ. പുത്തൻ ടയർ. ആ, ഒരു ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. ആ ബാക്കിൽ ചെറിയൊരു ചിലക്കുണ്ട്, അത് റെഡിയാക്കി കൊടുക്കാം. വണ്ടിക്കകം കുഴപ്പമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോസ് ആണ്. സീറ്റ് കവർ ഡ്രൈവർ സൈഡ് ചെറുതായിട്ടൊന്ന് കയറി ഇരിപ്പുണ്ട്, അതാണ് ഞാൻ ഒന്ന് മൂളിയത്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അത് കുഴപ്പമൊന്നുമില്ല. അതേപോലെ ടയർ അതാ ഇവിടെ ഒരു ചെറിയ നമുക്ക് റെഡിയാക്കി കൊടുക്കാം, ഇന്നലെ വന്നേ ഉള്ളൂ. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ടയർ കൊള്ളാം, കുഴപ്പമില്ലാത്ത ടയറുണ്ട്. എത്ര ചോദിക്കുന്നേ? 170 കൊടുക്കാം. 170. ഫ്രണ്ട് ടയർ ഒരു 140 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 30 രൂപ ഇറക്കാം അല്ലേ? 2008 സ്കോർപിയോ CRD, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 4 പുതിയ ടയർ, ഇൻഷുറൻസ് പുതിയത്, 2030 വരെ ഫിറ്റ്നസ് ഉണ്ട്. ഇത് ഒറിജിനൽ കേരള തന്നെ? ഒറിജിനൽ കേരള വണ്ടി. ഡീസലല്ലേ? ഡീസൽ. മൈലേജ് എങ്ങനെയാ? ഒരു 14-15. അകത്തോട്ട് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. വണ്ടിക്ക് വൃത്തിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഡോർ പാഡ് നോക്കുകയാണെങ്കിലും അതും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന, സ്ക്രാച്ച് തുരുമ്പ് അങ്ങനെയുള്ള ഒന്നും കാണുന്നില്ല, ഒക്കെ വൃത്തിയുണ്ട്. ബോഡി വൈസ് നോക്കുകയാണെങ്കിലും വലിയ തരക്കേടില്ലാതിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2 ലക്ഷം കുറയോ? അത് കിട്ടേണ്ട ലാസ്റ്റ് പ്രൈസാണ്. കാരണം 4 പുതിയ ടയർ എടുത്തിട്ട് ഇപ്പോൾ ഓടിയിട്ടില്ല. പുതിയ ടയർ കോണ്ടിനെൻ്റലിൻ്റെ 4 എടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് പുതിയത്, എടുക്കുന്നവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. മെക്കാനിക്കലി നല്ല വണ്ടിയാണ്. 2030 വരെ ഫിറ്റ്നസ് ഉള്ള വണ്ടിയാണ്. 2014 ഇന്നോവ G4 കേരള വണ്ടിയാണ്. 2,20,000 കിലോമീറ്റർ, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 2 ടയർ പുതിയതല്ലേ? അലൈ വീൽസൊക്കെ കിടപ്പുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. ഓവറോൾ സീറ്റ് കവറൊക്കെ വെച്ച് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുണ്ട്. അത്യാവശ്യമല്ല, നല്ല വൃത്തിയുണ്ട്. വേറെ ഇതൊക്കെ തറയൊക്കെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതിൻ്റെ ഇതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതായത് തുരുമ്പോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര ആളും കൂടി ഉണ്ട്? 27 വരെ. 27. ആവറേജ് ടയർ ബാക്ക്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. LED ടൈലൈറ്റ് ഫുൾ ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഒറിജിനൽ കേരള എന്നല്ലേ പറഞ്ഞത്? കേരള വണ്ടി, ഇന്റർകൂളർ. ഓക്കെ, എത്ര ചോദിച്ചേ? കേട്ടില്ല. ചോദിച്ചത് എത്രയായിരുന്നു? 8.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8.5. 2011 മോഡൽ ക്യാമറി, സിംഗിൾ ഓണർ വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള. 28 ഓട്ടം. ടയർ മോശമാണ്, ടയർ മാറി കൊടുക്കുമോ? ടയർ നമുക്ക് മാറി കൊടുക്കാം. ഡീസലാണ്? പെട്രോൾ. മൈലേജ് എങ്ങനെയാ? 11-12 ആ റേഞ്ച് കിട്ടും. സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പോഷ് വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, അപ്പോൾ സൺറൂഫ് ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസിൻ്റെ കാര്യം നമ്മളെടുത്ത് പറയണ്ടല്ലോ. കൊള്ളാം, വണ്ടി അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നല്ല ഒരു അലൈ വിളിച്ചത്. പക്ഷേ ടയറുകൾ അത്രയും പോരാ. ടയർ നമുക്ക് മാറി കൊടുക്കാം, കുഴപ്പമില്ല. മാറി കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ടയർ മാറി കൊടുക്കാം. എല്ലാ ടയറും മാറി 4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. റീപ്ലേസ് പോളിഷ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്ക്രാച്ച് ഉള്ള എല്ലാം ടച്ച് പോളിഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, അതാണ് ഇത് ഈ പറഞ്ഞ ഈ ഭാഗം വർക്ക് ചെയ്യാണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. ഓവറോൾ കൊള്ളാം വണ്ടി. വേറെ ബോഡിക്ക് വേറെ കംപ്ലയിൻസ് ഒന്നും കാണുന്നില്ല. കാരണം ഈ സൈഡിലത് ചെറിയ ചണക്കും ഒരു പോറലും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ആ ചെറിയ സ്ക്രാച്ച് ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. പെയിന്റ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇവിടെ ഉണ്ട്. ഇത് ഇത്രയാണ് ഇതിപ്പോൾ പറയാനുള്ള പോരായ്മ. അത് ക്ലിയർ ചെയ്ത് കൊടുക്കും നമ്മൾ. ഓക്കെ. 2016 പ്രിയോ, 45,000 കിലോമീറ്റർ, 45. ഫ്രണ്ട് 2 ടയർ പുതിയത്, ഇൻഷുറൻസും പുതിയത്. ഓണർഷിപ്പ് എത്ര? ഫസ്റ്റോ സെക്കൻഡോ ആണ് കേട്ടോ, കറക്റ്റ് അറിയാൻ വയ്യ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ കൊള്ളാം മോഡലാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. മെക്കാനിക്കലി നല്ല വണ്ടി. ഇത് മൈലേജ് എന്താണ്? മൈലേജ് ഒരു 17-18 റേഞ്ച്.
അത്രയും കിട്ടുമോ അതിന്? ചെറിയ വണ്ടിയല്ലേ, ചെറിയ വണ്ടിയാണ്. 15 റേഞ്ച് എന്തായാലും കിട്ടും. ഓക്കെ, എത്ര ചോദിക്കുന്നേ? നമുക്ക് 360 കൊടുക്കാം. 360? ആ. ഹോണ്ടയ്ക്കൊക്കെ അത്ര റീസെയിൽ വഴി ഉണ്ടോ? ഓടിയിട്ടില്ല, വണ്ടി ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര ഓടിയേ? മെക്കാനിക്കല് 45,000 കിലോമീറ്റർ. സ്റ്റീറിംഗ് കൺട്രോളൊക്കെ വരുന്ന വണ്ടിയാണ്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 2012 സാൻഡ്രോ സിംഗ് GLS, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. AC ഒക്കെ വർക്ക് ചെയ്യുമോ? എല്ലാം വർക്കിംഗ് ആണ്. ടയർ കൊള്ളാം. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയുണ്ട്. സാൻഡ്രോയുടെ സ്റ്റിയറിങ്ങിനെ പറ്റി ഞാൻ പറയുന്നതാണ്. ഇത് നല്ല വൃത്തിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് കവർ കിടപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോസാണ്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ആവറേജ് ടയേഴ്സാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. ഏത് മോഡല്? 2012. 2027 ഒരു പേപ്പറുണ്ട്. വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, ഒറിജിനൽ വണ്ടിയാണ്. ഓക്കെ. 2011 ആൾട്ടോ 800 LXi. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 70. എന്ത് ചോദിക്കുന്നത്? നമുക്ക് 1,30,000 രൂപയ്ക്ക് പുതിയ ടെസ്റ്റും ചെയ്ത് പേര് മാറി കൊടുക്കാം. 1,30 അല്ലേ? 5 കൊല്ലം പുതിയ പേപ്പർ എടുത്ത് പേര് മാറി കൊടുക്കാം. ഓക്കെ. ബാക്ക് സൈഡൊക്കെ കാണാൻ വൃത്തിയുണ്ട്. ബാക്ക് ടയർ മൊട്ടയാണ്, ഫ്രണ്ട് ടയർ കൊള്ളായിരുന്നു. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും? ഗ്ലാസോ ഡോറോ ബോണറ്റോ? നല്ല വണ്ടി, വേറെ കുഴപ്പമൊന്നുമില്ല. 2007 ഹോണ്ട സിറ്റി പെട്രോള്, ഫാൻസി നമ്പറാണ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണോ? കിലോമീറ്റർ 1.5. പെട്രോൾ എന്നല്ലേ പറഞ്ഞത്? പെട്രോൾ. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാൻ വൃത്തിയുണ്ട്. ഇന്റീരിയർ ക്ലീൻ ചെയ്ത് കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? 1,25 കൊടുക്കാം. 1,25. ടയേഴ്സ് അത്യാവശ്യമുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഫാൻസി നമ്പർ. പേപ്പറൊക്കെ എത്ര ആൾ കൂടി? 27 വരെ പേപ്പറുണ്ട്. പുതിയ ഇൻഷുറൻസ്. 2019 ടിഗോർ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ. എന്ത് ഓടി? 93,000 കിലോമീറ്റർ. 93 ഓടിയെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ക്വാളിറ്റി ഉണ്ട് വണ്ടി. നമ്മൾ ഡോറൊക്കെ തുറക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. ടയേഴ്സൊക്കെ കൊള്ളാം. ഇവിടെ പൊട്ടി ഇരിപ്പുണ്ട്, അത് മാറി കൊടുക്കാം. പുതിയ ടൈലൈറ്റ് മാറണം. എത്ര ചോദിക്കുന്നത്? ഇത് 3,70,000 രൂപ. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ? ഓക്കെ. അപ്പോൾ അടവ് എങ്ങനെയായിരിക്കും വരുന്നത്? ഫുൾ ലോൺ ചെയ്യുകയാണെങ്കിൽ ഒരു 10 രൂപയ്ക്കകത്ത് വരും. 10 രൂപയ്ക്കകത്ത് വരും. 2015 ബൊലേറോ ZLX, ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. 5 ടയർ പുതിയത്. ഓണർഷിപ്പ്? തേർഡ് ഓണർ. മൈലേജ് എങ്ങനെയാ? 15-16 മൈലേജ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒരു ഇതെല്ലാം ഫിറ്റിങ്സും ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക അപാകതകളൊന്നും ഇല്ല. മെക്കാനിക്കൽ പക്ക വണ്ടി. 5 പുത്തൻ ടയർ. ഓക്കെ. എത്ര ചോദ്യം? 5.5 രൂപയ്ക്ക് കൊടുക്കാം. 5.5? ടയേഴ്സൊക്കെ പുത്തൻ ടയേഴ്സ് തന്നെ, റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. 4.5-4.25 ലോൺ ചെയ്ത് കൊടുക്കാം. 2003 മാരുതി 800, 2028 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്ര? അത് 3-4 കണ്ടായി. ഓണർഷിപ്പ് കൂടുതലാണ്, അറിയാൻ വയ്യ. വണ്ടി ടെസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുള്ളോ? 28 വരെ പേപ്പറുണ്ട്. 23 ലാസ്റ്റ് കഴിഞ്ഞു. പക്ഷെ വണ്ടിക്കകം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. പെയിൻ്റൊക്കെ പുതുതായിട്ട് ചെയ്തേ? സ്കർട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വണ്ടി കാണാൻ വൃത്തി. ബാക്ക് ടയർ ആവറേജ്, ഫ്രണ്ട് ടയർ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ ജനുവും പറയാൻ പറ്റത്തില്ല. ഓക്കെ. കൊച്ചു വണ്ടിയില്ലേ, അത്യാവശ്യം ഓട്ടിച്ച് പഠിക്കുന്നവർക്കൊക്കെ എടുക്കാം. അത്യാവശ്യം നല്ല വണ്ടിയാണ്. വേറെ പറയത്തക്ക അപാകതകളൊന്നുമില്ല. AC ആണ്?
AC ഉണ്ട്, അത് AC ഗ്യാസ് എന്തോ ഫില്ല് ചെയ്യണം. ഇത് കാർബറേറ്റർ ചെറിയൊരു ലോ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഓട്ടിച്ച് പഠിക്കാനൊക്കെ പറ്റിയ ഒരു കുഞ്ഞു വണ്ടി. 55 രൂപയ്ക്ക് കൊടുക്കാം. 55? അതിൽ നിന്നും താഴുമോ? അതിന് എന്ത് പുറകെ അതിൽ സീറ്റൊക്കെ നല്ല കൂടിയ സീറ്റ് അടിച്ച് ചെയ്യാം. പിന്നെ വരുന്ന കസ്റ്റമർ നമുക്ക് എന്തെങ്കിലും കൂടെ പരമാവധി ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയുള്ള നല്ല നല്ല വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഷ്ടപ്പെട്ട വണ്ടികൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് സ്വന്തമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.